ചരിത്രത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ മത്സരം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടോസ് ഇപ്പോൾ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്നു. അത് ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടി രവിശാസ്ത്രി നിൽക്കുന്നു. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ്, മിച്ചൽ സാനർ എന്നിവർ ടോസ് ടൈമിൽ നിൽക്കുന്നു. ടോസ് ഫ്ലിപ്പ് ചെയ്യാൻ ഇനി വെറും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അഹമ്മദാബാദ് ഫുൾ ക്രൗഡാണ്. നീലക്കടൽ ആർത്തിരമ്പും പോലെ നിൽക്കുന്നു, കാത്തിരിക്കുന്നു. 2024 ആ T20 ലോകകപ്പിന് ശേഷം 2026 വീണ്ടും കൺസിക്യൂട്ടീവായിട്ട് അടിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോഫി ഇന്നത്തെ മത്സരം ജയിച്ചാൽ 3 നിർണായകമായ കാര്യങ്ങൾ. ഒന്ന്, അടുപ്പിച്ച് ഒരേ രാജ്യം 2 തവണ T20 ലോകകപ്പ് അടിക്കുന്നതും ചരിത്രത്തിൽ ആദ്യമായിരിക്കും. 2, 3 തവണ ഒരു രാജ്യം T20 ലോകകപ്പ് നേടുന്നതും ഇതാദ്യമായിട്ടായിരിക്കും. ആൻഡ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ T20 ലോകകപ്പ് ഹോസ്റ്റ് ചെയ്ത് ജയിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ടും ഇന്ത്യ മാറാനുള്ള സാധ്യതകളിലേക്ക് നിൽക്കുകയാണ്. നമുക്ക് അഹമ്മദാബാദ് നോക്കുമ്പോഴേക്കും നീലക്കടലാർത്തിരമ്പുന്നത് പോലെ നിൽക്കുകയാണ്. മുഴുവൻ സപ്പോർട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. 140 കോടി ജനതയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇന്ത്യ ഇന്ന് ആ കപ്പിൽ സൂര്യകുമാർ യാദവ് നേതൃത്വം നൽകുന്ന ആ ടീം മുത്തമിടുക എന്നത് തന്നെയായിരിക്കും. ഒരുപക്ഷെ 2007 പ്രഥമ T20 ലോകകപ്പ് ധോണിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്ത് പാകിസ്ഥാനെ ചേസ്റ്റോൺ ഇത് 5 റൺസിന് ജയിച്ച ആ മത്സരത്തിൽ ക്യാച്ച് എടുത്ത് ശ്രീശാന്ത് കളി അവസാനിപ്പിച്ചതുപോലെ 2024 റോക്കോ സഖ്യത്തിൽ നിന്ന് ജയിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇത്തവണ വീണ്ടും പ്രതീക്ഷിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നു. ഇന്ത്യ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങുകയാണ്. ന്യൂസിലൻഡ് ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. അവരുടെ പ്ലാൻ അത് തന്നെയാണ്. ടോസ് നേടി ന്യൂസിലൻഡ് ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. അഹമ്മദാബാദ് പിച്ചിൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാനർ, അതായത് സഞ്ജു സാംസണെ കൃത്യം 7 മണിക്ക് പാഡപ്പ് ചെയ്ത് ആദ്യത്തെ പന്ത് ഫേസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുമെന്നത് ഏറ്റവും നിർണായകമായി വരുന്നു. ഇന്ത്യക്ക് ബാറ്റിംഗ് വരുന്നു. മിച്ചൽ സാനർ ടോസ് നേടി ഇന്ത്യൻ ടീമിനെ ബാറ്റിങ്ങിന് അയക്കുന്നു. ഏറ്റവും നിർണായകമായ ടോസ്, അതും ഇന്ത്യക്ക് നേരെയല്ല വരുന്നത്. ടോസ് നേടുന്നത് ന്യൂസിലൻഡ് ആണ്. പക്ഷേ അഹമ്മദാബാദിൽ നിങ്ങൾ ടോസ് നേടിയാലും ശരി ഇല്ലെങ്കിലും ശരി ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫാക്ടറേ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാനറിന് എന്തുകൊണ്ട് ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു? ഒരു പ്രഷർ സിറ്റുവേഷനിൽ, പ്രഷർ ഗെയിമിൽ ചേസ് ചെയ്യാൻ എന്തുകൊണ്ട് ന്യൂസിലൻഡ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നിർണായകമായ ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ എനിക്ക് ഉറപ്പാണ് സൂര്യകുമാർ യാദവ് വിൽ ബി ഹാപ്പി. ആദ്യം തന്നെ ബാറ്റ് ചെയ്യുക, പ്രഷർ മുഴുവൻ ഇന്ത്യൻ ബാറ്റേഴ്സിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഫോർമിഡബിൾ ടോട്ടൽ 730, 240 തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം കാണുന്നത്. അതിനനുസരിച്ചുള്ള കളിക്കാരും ഇന്ത്യൻ ടീമിലുണ്ട് എന്നത് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും നിർണായകം ഈ ടീമുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചായിരിക്കും. എന്തായാലും സാനറിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ടീമിലുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പറയുന്നത് ടീമിൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല, അതേ രീതിയിൽ അതേ ടീമിൽ തന്നെ കളിക്കാനായിരിക്കും സാധ്യത. കാരണം ഇന്ത്യ പ്രതീക്ഷിക്കുന്ന വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതേ രീതിയിൽ തന്നെ ഇന്ത്യ പോകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ന്യൂസിലൻഡിന്റെ ഭാഗത്ത് നിന്നും ടീമിൽ നിന്ന് കൃത്യമായ ചേഞ്ചുകൾ ഉണ്ടാകുന്നോ ഇല്ലയോ ന്യൂസിലൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാവുന്നു. ദേ ആർ നോട്ട് പ്ലേയിങ് വിത്ത് ദ സെയിം സൈഡ്. അതായത് പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ന്യൂസിലൻഡ് ഒരു പേസ് ബോളറിനെ ഇറക്കുന്നു. നമ്മൾ ആദ്യമേ തൊട്ടേ പിച്ച് റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ന്യൂസിലൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതായത് പിച്ചിനനുസരിച്ച് സീമേഴ്സിന് കൃത്യമായ പേസും ബൗൺസും കിട്ടുന്ന ഒരു പിച്ച് ആയിരിക്കും അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ക്യൂറേറ്റേഴ്സ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ ഇതാ ന്യൂസിലൻഡ് കൃത്യമായ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു. അവർ ഒരു എക്സ്ട്രാ പേസറിനെ കളിപ്പിക്കുന്നു എന്നുള്ളത് നിർണായകമായി കിട്ടുന്ന വിവരങ്ങളാകുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സൂര്യകുമാർ ഇന്ത്യ സെയിം ടീമായിട്ട് തന്നെ കളിക്കുന്നു. സ്വാഭാവികം വിന്നിംഗ് കോമ്പിനേഷനിൽ നിന്നും മാറ്റാൻ തയ്യാറെടുക്കുന്നില്ല സൂര്യകുമാർ യാദവ്. വി ആർ ഗോയിങ് വിത്ത് ദ സെയിം ടീം എന്ന് വീണ്ടും ആവർത്തിക്കുന്നു സൂര്യ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തിക്ക് പകരമൊന്നുമില്ല. വരുൺ ചക്രവർത്തിയെ ബാക്ക് ചെയ്യുന്നു ഇന്ത്യ, അഭിഷേക് ശർമ്മയെ ബാക്ക് ചെയ്യുന്നു ഇന്ത്യ. നിർണായകമായ 2 ഡിസിഷൻസ് ഉണ്ടാകുമോ, ഒരു ചേഞ്ച് ഉണ്ടാകുമോ എന്ന് കരുതിയെടുത്ത് ഇതാ മുഹമ്മദ് സിറാജുമില്ല, കുൽദീപ് യാദവുമില്ല. കുൽദീപിനെ ഒരു തരത്തിലും ടീമിലേക്ക് ഇടം പിടിപ്പിക്കാൻ അവസരം ഒരുക്കുന്നില്ല. നേരെ മറിച്ച് ന്യൂസിലൻഡ് അവർ കൃത്യമായി പാഠങ്ങൾ പഠിച്ചൊരു ടീമിൽ നിന്ന് ഒരു നിർണായകമായ ചേഞ്ച് വരുത്തുകയും ചെയ്യുന്നു. കാത്തിരുന്ന ടോസ് ആണ്, ഫൈനലാണ്, അഹമ്മദാബാദ് ആണ്, എന്തും സംഭവിക്കാം എന്ന രീതിയിൽ നിന്നുകൊണ്ട് ടോസ് അനുകൂലമായി